സ്ഥാനാർത്ഥികൾക്കെതിരെ SNDP സംരക്ഷണ സമിതി BDJS സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുമെന്ന് SNDP സംരക്ഷണ സമിതി നേതാക്കൾ അറിയിച്ചു. SNDPയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ചാണ് ഈ തീരുമാനം. വെള്ളാപ്പള്ളി നടേശന്റെ ആശീർവാദം സ്വീകരിക്കുന്ന സ്ഥാനാർത്ഥികളെയും തോൽപ്പിക്കുമെന്ന് സംരക്ഷണ സമിതി പറയുന്നു. വിശദാംശങ്ങളുമായി ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, വെരി ഗുഡ് മോർണിംഗ്. എന്താണിപ്പോൾ ഈ സംരക്ഷണ സമിതി പറയുന്നത്? കഴിഞ്ഞ കുറച്ച് നാളുകളായി SNDP യൂണിയനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറെ ക്രമക്കേടുകളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ഒക്കെ സ്വീകരിക്കുന്ന നിലപാടുകളിലുള്ള ഒരു പ്രതിഷേധമാണ്. കൊല്ലത്തെ ആസ്ഥാന മന്ദിരം ജപ്തിയാകുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി. അതോടൊപ്പം തന്നെ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ, ഇതിലെല്ലാം വലിയ അതൃപ്തി ഈ സംരക്ഷണ സമിതി പ്രവർത്തകർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട്. 4 സീറ്റുകളിലാണ് BDJS സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. ഇപ്പോൾ 2 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാവേലിക്കരയിലും ചാലക്കുടിയിലും. കോട്ടയത്തും ഇടുക്കിയിലുമാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കുമെന്ന് ഏകദേശം ധാരണയായിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ കോട്ടയത്തെത്തിയ സംരക്ഷണ സമിതിയുടെ നേതാക്കൾ ഇത്തരത്തിലുള്ള ഒരു കടുത്ത നിലപാടിലേക്ക്, അതായത് എല്ലാ സ്ഥാനാർത്ഥികളെയും തോൽപ്പിക്കും, അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും എന്നവർ പരസ്യമായി പറഞ്ഞത്. നോട്ടയോടായിരിക്കും BDJS മത്സരിക്കേണ്ടി വരിക എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒപ്പം തന്നെ ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ ആശീർവാദം സ്വീകരിക്കുന്ന ആളുകളെ വരെ, സ്ഥാനാർത്ഥികളെ വരെ ഞങ്ങൾ തോൽപ്പിക്കുമെന്ന് SNDP സംരക്ഷണ സമിതി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ ഒരു വെല്ലുവിളി BDJSന്റെ സംബന്ധിച്ച് ഈ ഒരു പ്രസ്താവനയോടുകൂടി ഉണ്ടായേക്കും. എന്തായാലും ഇന്ന് തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് എത്തുന്നുണ്ട്. ഈ ഒരു വിഷയത്തിലടക്കം പ്രതികരണങ്ങൾ നടത്തിയേക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും BDJSനും അതുപോലെ തന്നെ BDJS മത്സരിക്കുന്ന അവരുടെ സ്ഥാനാർത്ഥികൾക്കും ഇതൊരു വലിയ വെല്ലുവിളിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണ തേടുന്ന സ്ഥാനാർത്ഥികളെ കൂടി തങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിക്കും എന്നാണ് ഇവർ പറയുന്നത്. ശരി, അതുകൊണ്ട് തന്നെ ഏത് തരത്തിലായിരിക്കും ഇതിന്റെ ഒരു പ്രതികരണങ്ങൾ ഉണ്ടാകുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. സ്മൃത അഗസ്റ്റിൻ. ശരി, ടോബിയാണ് വിവരങ്ങളുമായി ചേർന്നത്. അല്ലെ, BDJSന് ഒരു വലിയ വെല്ലുവിളിയാകുകയാണ് ഇപ്പോൾ SNDP സംരക്ഷണ സമിതിയുടെ ഈ തീരുമാനം.